ജെഫ് അവൻ്റെ ഭാര്യയുമൊത്ത് ഒരു വിജനമായ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു പഴയ കാർ അവരുടെ മുൻപിലേക്ക് കയറി വരുന്നു. ജെഫ് പെട്ടെന്ന് തന്നെ കാർ വെട്ടിച്ച് അതിൽ ഇടിക്കാതെ രക്ഷപ്പെടുന്നു. ആ കാറിൽ ഉണ്ടായിരുന്നവർ അവനെ തെറി പറയുന്നു. പിന്നീട് ജെഫ് കാറിൽ പെട്രോൾ അടിക്കാൻ നിർത്തുമ്പോൾ നേരത്തെ അവർ ഇടിക്കാൻ പോയ അതേ കാറിൽ വന്നവർ അവൻ്റെ അടുത്ത് വന്ന് അവൻ്റെ കാറിനെ പറ്റി പറയുന്നു. പിന്നീട് അവൻ്റെ ഭാര്യയുടെ നേരെ ചെന്ന് ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചിട്ട് പോകുന്നു. ജെഫ് തൻ്റെ ഭാര്യയോട് പ്രശ്നത്തിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് അവർ യാത്ര തുടരുന്നു. പെട്ടെന്ന് അവരുടെ കാർ റോഡിൽ ബ്രേക്ക് ഡൗൺ ആയി നിന്നു പോകുന്നു. അവർ ഒരു കാറിന് കൈ കാണിക്കുന്നു. പക്ഷേ അത് നേരത്തെ വഴക്കുണ്ടാക്കിയവരുടെ കാറായിരുന്നു. അവർ നിർത്താതെ പോകുന്നു. കുറച്ചു ദൂരം ചെന്നു കഴിഞ്ഞ് അവർ വണ്ടി നിർത്തി തിരിഞ്ഞു വരുന്നു. അപ്പോൾ ദൂരെ നിന്ന് ഒരു ട്രക്ക് വരുന്നത് കണ്ട് അവർ തിരിച്ചു പോകുന്നു. ജെഫ് അവൻ്റെ ഭാര്യയെ ഒരു മെക്കാനിക്കിനെ വിളിക്കാൻ ട്രക്കിൽ കയറ്റി അടുത്ത ടൗണിലേക്ക് വിടുന്നു. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നു. കുറച്ചു നേരം കഴിഞ്ഞാണ് ജെഫ് കാണുന്നത് അവൻ്റെ കാറിൻ്റെ താഴെ കുറച്ച് വയറുകൾ വിട്ടുകിടക്കുന്നത്. അതെല്ലാം കണക്ട് ചെയ്ത് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാർ ഓൺ ആകുന്നു. ജെഫ് നേരെ അടുത്ത ടൗണിലേക്ക് ചെല്ലുന്നു. പക്ഷേ ആരും തന്നെ അവൻ്റെ ഭാര്യയെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. തൻ്റെ ഭാര്യയെ കാണാതെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അവിടെ തന്നെ നിൽക്കുന്നു. വീണ്ടും റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഓണറിനോട് തൻ്റെ ഭാര്യ ഇവിടെ വരികയാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയണമെന്ന് പറയുന്നു. എന്നിട്ട് തൻ്റെ കാറിൽ അവളെ സെർച്ച് ചെയ്യാൻ ഇറങ്ങുന്നു. പെട്ടെന്ന് ജെഫ് തൻ്റെ ഭാര്യയെ കയറ്റി കൊണ്ടുപോയ ട്രക്ക് കാണുന്നു. അതിനെ ചേസ് ചെയ്യുന്നു. ജെഫിനെ കണ്ടിട്ടും ആ ട്രക്കുകാരൻ നിർത്തിയില്ല. പെട്ടെന്ന് ഓപ്പോസിറ്റ് ഒരു ബസ് വരുന്നു. പക്ഷേ ജെഫ് കഷ്ടിച്ച് കാർ വെട്ടിച്ച് രക്ഷപ്പെടുന്നു. അവൻ ട്രക്കിനെ ചേസ് ചെയ്ത് പിടിച്ച് ഡ്രൈവറിനെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ ട്രക്ക് ഡ്രൈവർ അവൻ്റെ ഭാര്യയെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ജെഫിന് ഇതിലെന്തോ അപകടമുണ്ടെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ അവിടേക്ക് ഒരു പോലീസ് കാർ വരുന്നു. ജെഫ് എല്ലാ കാര്യങ്ങളും പറയുന്നു. പോലീസുകാരൻ ട്രക്ക് പരിശോധിക്കുന്നു. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താനാകുന്നില്ല. പോലീസുകാരൻ അവനോട് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുന്നു. എന്നിട്ട് ട്രക്കുകാരനെ വെറുതെ വിടുന്നു. ജെഫ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അവിടെ ആ പ്രദേശത്ത് കാണാതായവരുടെ പോസ്റ്ററുകൾ അവൻ കാണുന്നു. താൻ അകപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ പ്രശ്നത്തിലാണെന്ന് അവന് മനസ്സിലാകുന്നു. പോലീസുകാരനെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് അവന് തോന്നുന്നു. അവൻ തിരിച്ച് റെസ്റ്റോറൻറ്റിലെത്തുന്നു. വീണ്ടും ഭാര്യയെ അന്വേഷിക്കുന്നു. ഓണറിൻ്റെ കയ്യിലെ ഓർഡർ ലിസ്റ്റ് തട്ടിപ്പറിക്കുന്നു. ഓണർ തൻ്റെ ഗണ്ണെടുത്ത് ജെഫിന് നേരെ പോയിന്റ് ചെയ്യുന്നു. അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. പുറത്ത് കാറ് കഴുകിക്കൊണ്ടിരുന്ന ഒരു പയ്യൻ നിന്റെ ഭാര്യയെ കുറെ ആളുകളുടെ കൂടെ പോകുന്നത് കണ്ടു എന്ന് പറയുന്നു. അവർ പോയത് പുഴയുടെ ഭാഗത്തേക്കാണ് എന്ന് പറയുന്നു. ജെഫ് ഉടനെ അങ്ങോട്ട് പോകുന്നു. അവിടെ എത്തുമ്പോൾ നേരത്തെ അവരെ ആക്രമിക്കാൻ ശ്രമിച്ച കാറുകാരൻ വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ജെഫിന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്യുന്നു. ജെഫ് കാറിൽ രക്ഷപ്പെടുന്നു. മറ്റവർ കാറിൽ ജെഫിനെ ചേസ് ചെയ്യുന്നു. ഒടുവിൽ ജെഫ് പുഴയിലേക്ക് കാറ് ചാടിച്ച് രക്ഷപ്പെടുന്നു. പുഴയിൽ വീണ കാറിൽ നിന്ന് ജെഫ് പുറത്തിറങ്ങുന്നു. മറ്റേയാൾ അവന് നേരെ വെടിവെക്കുന്നു. ജെഫ് മറുവശത്തെ ഡോറിൽ കൂടി രക്ഷപ്പെടുന്നു. പുഴയുടെ മറുകരയിൽ ചെന്ന് കയറുന്നു. അവർ അവൻ്റെ കാർ പുഴയിൽ നിന്ന് പൊക്കിയെടുക്കുന്നു. ഇത് കണ്ടുനിന്ന ജെഫിനെ നേരത്തെ കാർ കഴുകിക്കൊണ്ടിരുന്ന പയ്യൻ തലക്കടിക്കുന്നു. പിന്നീട് ബോധം വരുമ്പോൾ അവനെ ട്രക്ക് ഡ്രൈവർ ദൂരെ ടൗണിലേക്ക് അയച്ച് ജെഫിൻ്റെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും എടുത്തുകൊണ്ടുവരാൻ പറയുന്നു. ഇല്ലെങ്കിൽ അവൻ്റെ ഭാര്യയെ കൊന്നുകളയും എന്ന് പറയുന്നു. ജെഫ് ബാങ്കിൽ ചെന്ന് പണമെടുത്ത് വരുന്നു. അവരുടെ കാറിൽ കയറുന്നു. കാറിൽ വെച്ച് ജെഫ് മറ്റേയാളെ കുത്തുന്നു. തൻ്റെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുന്നു. ജെഫ് അയാളെ അടിച്ചിട്ട് കാർ കൈക്കലാക്കുന്നു. തൻ്റെ ഭാര്യയുള്ള അടുത്തേക്ക് പോകുമ്പോൾ പോലീസ് പുറകെ ചേസ് ചെയ്യുന്നു. അവരെ പിടിക്കുന്നു. ജെഫിനോട് നിലത്ത് കിടക്കാൻ പറയുന്നു. പക്ഷേ മറ്റേയാൾ പോലീസുകാരനെ വെടിവെക്കുന്നു. ജെഫ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മറ്റേയാൾ അവനെ പിടിക്കുന്നു. പക്ഷേ പോലീസ് അയാളെ വെടിവെച്ച് കൊല്ലുന്നു. ജെഫ് പോലീസിൻ്റെ റേഡിയോയിൽ ആംബുലൻസിനെ വിളിച്ചിട്ട് തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നു. തൻ്റെ ഭാര്യയെ തേടി ജെഫ് ചെല്ലുന്നത് ട്രക്കുകളുടെ സ്റ്റേഷനിലേക്കാണ്. അവിടെ തൻ്റെ ഭാര്യയെ മുൻപ് കയറ്റിക്കൊണ്ടുപോയ ട്രക്ക് ഡ്രൈവറിനെ കാണുന്നു. അവനെ പിടിക്കാൻ പോകുമ്പോഴാണ് തൻ്റെ ഭാര്യ അയാളുടെ അടുത്തില്ല എന്ന് ജെഫ് മനസ്സിലാക്കുന്നത്. ട്രക്കുകാരൻ അവരെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആരും കാണാതെ ജെഫ് ആ ട്രക്കിൻ്റെ അടിയിൽ കയറിപ്പെട്ടുന്നു. അതിനിടയ്ക്ക് അവൻ്റെ ഗൺ താഴെ പോകുന്നു. ട്രക്ക് ഡ്രൈവർ കാണാതെ വളരെ കഷ്ടപ്പെട്ട് ജെഫ് ട്രക്കിൻ്റെയും ട്രെയിലറിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പിലെത്തുന്നു. ട്രക്ക് നേരെ ചെല്ലുന്നത് ഡ്രൈവറിൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ ഡ്രൈവറിൻ്റെ ഭാര്യയും മകനും ഉണ്ടായിരുന്നു. അവിടെ ഒരു ഷെഡിൽ മറ്റുള്ളവർ ജെഫിൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന് ഒരു നിലവറയിൽ പൂട്ടിയിടും. ജെഫ് അത് തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ സാധിക്കുന്നില്ല. ഒരു ഗണ്ണുമായിട്ട് ജെഫ് നേരെ ഡ്രൈവറുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവൻ അവർക്ക് നേരെ കണ്ണ് പോയിന്റ് ചെയ്ത് തൻ്റെ ഭാര്യയെ വിട്ടു തരാൻ പറയുന്നു. അതിനിടയ്ക്ക് ഡ്രൈവറുടെ മകൻ അവനെ വെടിവെക്കുന്നു. പക്ഷേ ജെഫ് തോക്ക് തട്ടിമാറ്റുന്നു. അടുത്തിരുന്ന് മറ്റേയാൾക്ക് വെടികൊള്ളുന്നു. ജെഫ് ഡ്രൈവറെയും അവൻ്റെ ഭാര്യയും കൊണ്ടുവന്ന് തൻ്റെ ഭാര്യയെ നിലവറയിൽ നിന്ന് മോചിപ്പിക്കുന്നു. ജെഫും അവൻ്റെ ഭാര്യയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ട്രക്ക് ഡ്രൈവർ അവർ നിന്നിരുന്ന വീട് ഇടിച്ചു പൊളിക്കുന്നു. അവർ ഒരു കാറിൽ കയറി രക്ഷപ്പെടുന്നു. ഡ്രൈവറും സംഘവും അവരെ ചേസ് ചെയ്യുന്നു. പയ്യൻ അവരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ കാറിലുള്ള കൺട്രോൾ നഷ്ടപ്പെട്ട് കാർ മറിഞ്ഞ് അവൻ മരിക്കുന്നു. കൂടെയുള്ള കിളവൻ ട്രക്കിന്റെ ട്രെയിലർ മറിഞ്ഞ് അതിൽ ഇടിച്ച് മരിക്കുന്നു. ഡ്രൈവർ അവരുടെ കാർ പാലത്തിൽ നിന്നും താഴേക്ക് ഇടിച്ചിടാൻ ശ്രമിക്കുന്നു. പക്ഷേ ട്രക്കാണ് താഴേക്ക് വീഴുന്നത്. പക്ഷേ അത് പാലത്തിൽ തൂങ്ങിക്കിടക്കുന്നു. പിന്നീട് ജെഫും ഡ്രൈവറും തമ്മിലുള്ള ഫൈറ്റിൽ ഡ്രൈവർ പാലത്തിൽ നിന്നും താഴേക്ക് വീണ് മരിക്കുന്നു.